ഇറാൻ-ഇസ്രായേൽ സംഘർഷം പശ്ചിമേഷ്യയിൽ രൂക്ഷമായതോടെ ഗൾഫ് മേഖലയിൽ കനത്ത സുരക്ഷാ ഭീഷണി. ആക്രമണത്തെ തുടർന്ന് യുഎഇയിലെ വിമാനത്താവളങ്ങൾ അടച്ചിട്ടതോടെ കരിപ്പൂരിലേക്കടക്കമുള്ള 20,200ഓളം യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ദുബായ്, അബുദാബി, ബഹ്റൈൻ വിമാനത്താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബുദാബി വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിലാണ് ഒരാൾ മരിച്ചത്. ഇവിടെ 7 പേർക്ക് പരിക്കേറ്റപ്പോൾ ദുബായിൽ 4 പേർക്ക് പരിക്കേറ്റു. ബഹ്റൈൻ വിമാനത്താവളത്തിന് ആക്രമണത്തിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചു. യാത്രക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ഹോട്ടലുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചതായും ഇവർക്ക് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയതായും യുഎഇ അധികൃതർ അറിയിച്ചു. വ്യോമപാതകൾ അടച്ചതോടെ കരിപ്പൂരിലേക്കുള്ള സർവീസുകൾ ഉൾപ്പെടെ ഗൾഫിൽ നിന്നുള്ളതും അവിടേക്കുള്ളതുമായ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഗൾഫ് മേഖലയിൽ ഇന്ന് മാത്രം 700-ലേറെ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ആകെ 4,329 വിമാന സർവീസുകളെയാണ് ഈ സാഹചര്യം ബാധിച്ചിരിക്കുന്നത്. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, എത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ, ഖത്തർ എയർവേസ്, ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യ, ബ്രിട്ടീഷ് എയർവേസ്, സൗദിയ, ഒമാൻ എയർ തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികളെല്ലാം സർവീസുകൾ നിർത്തിവെക്കാൻ നിർബന്ധിതരായി. അടുത്ത 3 ദിവസത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് 10 ദിവസത്തിനുള്ളിൽ മറ്റൊരു വിമാനം ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ടിക്കറ്റ് തുക തിരികെ ആവശ്യപ്പെടാനോ അവസരമുണ്ടാക്കുമെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിനു മുൻപ് യാത്രക്കാർ അതാത് വിമാനങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും വിമാന കമ്പനികൾ കർശന നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.